യേശുക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം പ്രിയരെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സദൃശ്യവാക്യത്തിൽ തന്നെ മനസ്സ്, ശരീരം, ആത്മാവ് ഇപ്പം മൂന്ന് തമ്മിലുള്ള വേർതിരിവുകൾ തിരിച്ചറിവ് പ്രാപിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്തുള്ള സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രയോജനകരമായി തീരും. അപ്പോൾ എന്താണ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ചുള്ള അറിവും ദൈവത്തോട് പറ്റിച്ചേരുന്ന അനുഭവത്തെയാണ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്പിരിച്വൽ ലൈഫിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആത്മീയമായി മുന്നേറാം. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ ഈ അകത്തെ മനുഷ്യനെ കുറിച്ച് കൂടുതൽ പറയുന്ന പുസ്തകം ഏതാണ്? ബൈബിളിനകത്തുള്ള സദൃശ്യവാക്യങ്ങളിൽ പറയുന്ന വാക്യങ്ങളാണ്. അപ്പം നമ്മളതിൽ കുറച്ച് 3-4 ഒരു അധ്യായം വായിച്ചു. രണ്ടാമത്തെ അധ്യായം നമ്മൾ മനസ്സിലാക്കി. ആ രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്ന 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പം ഈ വാക്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സെന്ന് പറയുന്ന തന്ത്രശാലിയായ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം നോളജ് ഉണ്ട്, അറിവുകളുണ്ട്. ഉപബോധ മനസ്സിനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല നോളജും അറിവുള്ള വ്യക്തികളാണ്. പക്ഷെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അറിവ് നമുക്കുണ്ടായാലുള്ള കാര്യം, അറിവ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അല്ലേ? പക്ഷെ നമുക്ക് ഈ നോളജ് ജീവനായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്തും നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും നന്മയായി തീരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശലോമോൻ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊന്ന് വായിച്ചേക്കാം. എന്താണ് മനസ്സ്? അപ്പോൾ ഈ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അകത്ത് ഒരു 8 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഈ വാക്യത്തിൽ പങ്കുവെക്കാം. അപ്പോൾ ഈ 8 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങളതിന് ഗുഡാണ്. അതിനകത്ത് എന്തെങ്കിലും പ്രവർത്തനത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിവ് പ്രാപിച്ചിട്ട് പെട്ടെന്ന് നമ്മളതിനെ ശുദ്ധീകരിക്കുക. അതിൻ്റെ മനസ്സിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരാത്തവണ്ണം സ്റ്റോപ്പ് ചെയ്യാനും കൂടി നമ്മൾ പഠിക്കുക. അപ്പം നമുക്ക് ദൈവവചനം ഒന്ന് വായിക്കാം. അത് നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അവർ ഇരുട്ടിൻ്റെ വഴിയിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാതകൾ വിട്ടുകളയും. ദോഷപ്രവർത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരും ആകുന്നു. പ്രിയരെ, ഈ വചനം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ പുസ്തകം ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പം ഈ വാക്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ദുഷ്ടൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുറത്ത് ഏതൊരു വ്യക്തിയാണ് ദുഷ്ടത്തരം കാണിക്കുന്ന വ്യക്തികളും വില്ലന്മാരുകളൊക്കെ ആയിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് എൻ്റെ അകത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്നും എൻ്റെ ജീവിതത്തിലാണ് മാറ്റം വരേണ്ടതെന്നും എൻ്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യനെ കണ്ടുപിടിക്കണമെന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ചത്. അപ്പോൾ നമുക്ക് ഈ 8 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങൾ? ദുഷ്ടന്റെ വഴികൾ, അടുത്ത പറയും വികടം പറയുന്നവരുടെ കൂട്ടം, ഇരുട്ടിൻ്റെ വഴികളിൽ നടക്കുന്നു, നേരെയുള്ള വഴിയിൽ വിട്ടുകളയുന്നു, ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുന്നു, ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുന്നു, അവർ വളഞ്ഞ വഴിക്ക് പോകുന്നു, ചൊവ്വല്ലാത്ത വഴിയിൽ നടക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വചനത്തിനകത്ത് കിടക്കുന്നത്. ഇതെല്ലാം എന്താ സംഭവം എന്ന് വെച്ചാൽ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ ദുഷ്ടന്റെ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദുഷ്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. അപ്പം ഈ ലോകത്തിൻ്റെ പ്രഭു നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു വാസസ്ഥലമാണ് ഈ ദുഷ്ടന്റെ വഴി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രഭുവിൻ്റെയാണ്. അത് ദൈവത്തിൽ നിന്ന് വന്നതല്ല. ഇത് ആദാമ്യ പാപം മുഖാന്തരം നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വഭാവ ഗുണങ്ങളാണ് ഈ മനസ്സെന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ദുഷ്ടന്റെ വഴി എന്ന് പറഞ്ഞാൽ മനസ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത പറയാം വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും. അപ്പം നമുക്ക് വിവേകവും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടെങ്കിൽ കർത്താവ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അപ്പം എന്താണ് വികടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊട്ടച്ചലിൻ്റെ കളിവാക്ക്, അനാവശ്യമായ തമാശകൾ. ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു, അദ്ദേഹത്തിൻ്റെ പല ബലഹീനതകളിൽ നമ്മൾ അവരെ 10 പേരിൽ കാണുകയും പരിഹസിച്ച് അവരിൽ നിന്ന് നമ്മൾ സന്തോഷം കണ്ടെത്തുമല്ലോ. ഒരു തമാശ രൂപയിൽ നമ്മൾ സംസാരിച്ച് സന്തോഷം കണ്ടെത്തുന്ന അനുഭവത്തെയാണ് വികടം എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ അകന്ന് പോകുക. ഇതൊരു മനസ്സിൻ്റെ ഒരു പ്രവർത്തന മേഖലയാണ്. അപ്പോൾ ഇതെല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും മറ്റുള്ളവരെ പരിഹസിക്കുകയും
കളിയാക്കുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാം. ഇത് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ സ്വഭാവം നിങ്ങളുടെ അകത്ത് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിയുക. ഇതൊരു മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് വ്യക്തമായി നിങ്ങൾ തിരിച്ചറിയാം. അടുത്ത പറയുകയാണ്, ഇരുട്ടിൻ്റെ വഴിയിൽ നടക്കുന്നു. പ്രിയരെ, എന്തായിരിക്കും നമ്മൾ മനസ്സിൻ്റെ ഇരുട്ടിൻ്റെ വഴി എന്ന് പറയുന്നത്? മനസ്സിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പഠിക്കാൻ ഇഷ്ടമേ അല്ല. അവർ പഠനത്തിന് ഒരിക്കലും താല്പര്യമില്ല. അവർക്ക് എപ്പോഴും വെറുതെ ഇരിക്കണം, വെറുതെ സമയം കളയണം, ഭയങ്കര മടി കാണിക്കണം, ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുക. ഇതൊക്കെയാണ് കൂടുതലും മനസ്സിന് ഇഷ്ടം. അപ്പം ഈ ഇരുട്ടിൻ്റെ വഴികളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുവാനാണ് നമ്മുടെ മനസ്സ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കും, നമ്മുടെ ലൈഫിൽ നമുക്കൊന്ന് പുസ്തകം പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്കതിന് സമയം കിട്ടത്തില്ല. ബൈബിൾ വായിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കതിന് സമയം കിട്ടത്തില്ല. അല്പനേരം ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കതിന് സമയം കിട്ടത്തില്ല. പക്ഷെ നമുക്ക് ഒത്തിരി സമയം സ്ക്രീനിലിരിക്കുവാൻ, ഇൻ്റർനെറ്റിലിരിക്കുവാൻ, അനേക സ്ഥലങ്ങളിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യുവാനൊക്കെ നമ്മുടെ മനസ്സ് കൂടുതൽ തിടക്കം കാണിച്ചുകൊണ്ടേയിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടല്ലോ. നമ്മൾ കൂടുതൽ ഇങ്ങനെ അന്വേഷിക്കുന്ന അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇരുട്ടിൻ്റെ വഴികളാണ് പ്രിയരെ. അപ്പോൾ മനസ്സെന്ന് പറയുന്ന വഴികൾ പഠിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത വഴിയാണ്. അതാണ് പറയുന്നത്, നേരെയുള്ള വഴികളെ വിട്ടുകളയുന്നു. അപ്പം നേരെയുള്ള വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് പഠിക്കണം, യാചിക്കണം, പ്രാർത്ഥിക്കണം, അന്വേഷിക്കണം, കണ്ടെത്തും. അത് കർത്താവ് പറഞ്ഞു. നമ്മളെപ്പോഴും ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. കർത്താവെ, എനിക്ക് അങ്ങേ കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ട്, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണം. അപ്പം നമുക്ക് പിന്നെന്താ വിഷയം എന്ന് വെച്ചാൽ ദൈവവചനങ്ങൾ പഠിക്കുവാൻ നമുക്ക് അവസരങ്ങൾ വേണം. അപ്പം പഠിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കര ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകണം. അപ്പം ഈ വഴികളിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ നേരെയുള്ള വഴികൾ വിട്ടുകളയുന്നു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി സമയം ഇല്ലാത്തൊരു മേഖലകൾ നമ്മുടെ ഈ ലോകത്ത് ഓൾറെഡി ഈ മനസ്സെന്ന് പറയുന്നത് ദുഷ്ടൻ്റെ പ്രോഡക്റ്റാണല്ലോ. അപ്പോൾ ഈ ദുഷ്ടൻ ഈ ലോകത്തിന് വിതച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പഠിക്കുവാനൊന്നും ഞാൻ നിങ്ങളെ സമ്മതിക്കത്തില്ല. നിങ്ങളെപ്പോഴും എന്തെങ്കിലും ബിസി ആയിട്ടിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ബ്രെയിന് എപ്പോഴും മടിയായിട്ടിരിക്കണമെന്നാണ് അവന് ഇഷ്ടം. ഒരിക്കലും അവന് ഒരു ടാസ്ക് കൊടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കാനൊന്നും അവന് ഇഷ്ടമല്ല. അവൻ എപ്പോഴും എവിടെയെങ്കിലും സ്വസ്ഥമായിരിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം. അതുകൊണ്ട് അവൻ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ സമയങ്ങളെ മോഷ്ടിച്ചുകൊണ്ട് പോകും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ്. അടുത്ത പറയാം, ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുന്നു. അപ്പം ഈ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കുവാനും, നാട്ടിൽ എന്തെങ്കിലും അനർത്ഥ സംഭവങ്ങൾ ഉണ്ടായാലും, രാഷ്ട്രീയക്കാരുടെ വീഴ്ചകൾ സംഭവിക്കാനും, ദൈവദാസന്മാരുടെ കുറ്റങ്ങൾ മനസ്സിലാക്കുവാനൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹം വർദ്ധിക്കാറുണ്ടല്ലേ? അങ്ങനത്തെ മെസ്സേജുകൾ വരുമ്പോൾ, അങ്ങനത്തെ വീഡിയോസുകൾ കാണുമ്പോൾ നമുക്ക് കൂടുതൽ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആഗ്രഹം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും സംഭവം? ഇതെല്ലാം ഒരു മനസ്സിൻ്റെ ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. മനസ്സിന് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുക, കുറ്റങ്ങൾ കേൾക്കുക, ക്യൂരിയോസിറ്റി വർദ്ധിക്കുക. അതെന്തായിരിക്കും, നാളെ എന്ത് സംഭവിക്കും, മറ്റൊന്ന് എന്ത് സംഭവിക്കും എന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ആഴത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ചിന്തകൾ നിങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ അത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കലും ദൈവഹിത പ്രകാരമാണെങ്കിൽ നമ്മൾ ഇതിൽ സന്തോഷിക്കാൻ പാടില്ല. അടുത്ത പറയാം, ദുഷ്ടൻ്റെ വിഗ്രഹങ്ങളിൽ ആനന്ദിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുഷ്ടൻ്റെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ബോഷത്വത്തിൽ, തമാശയിൽ നമ്മൾ എന്ത് ചെയ്യും? ആനന്ദിക്കും. മറ്റുള്ളവരെ ഇടിച്ചു താത്തുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ മേഖല. അപ്പോൾ ഇതിൽ നമ്മൾ സന്തോഷിക്കും. അപ്പോൾ ഇതൊക്കെ ആനന്ദിക്കുന്ന അനുഭവങ്ങളാണ് അല്ലേ പ്രിയരെ? നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളിൽ, അവരുടെ വീഴ്ചകളിലൊക്കെ നമ്മൾ ഭയങ്കര അധികം സന്തോഷം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ മുറിവേക്കുന്നവർ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുക. അടുത്ത പറയാം, അവർ വളഞ്ഞ വഴിയിൽ പോകുന്നു, ചൊവ്വല്ലാത്ത വഴിയിൽ നടക്കും. അപ്പോൾ ഈ മനസ്സിൻ്റെ നിയമത്തിൽ നിങ്ങൾ പൂർണ്ണമായി മനസ്സിൻ്റെ നിയമത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവൻ എപ്പോഴും എന്ത് സംഭവിച്ചു? വളഞ്ഞ വഴി. അവൻ വളഞ്ഞ വഴി, അവൻ എപ്പോഴും
ഷോർട്ട് കട്ടുകളാണ് അവർ കൂടുതൽ ജീവിതത്തിൽ അന്വേഷിക്കുന്നവർ. അപ്പോൾ ഈ മനസ്സിൻ്റെ വഴിയിൽ മാത്രം ജീവിക്കുന്നവർ ഷോർട്ട് കട്ടുകളെ കുറിച്ച് തിരഞ്ഞ് എളുപ്പത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള ചിന്തകളായിരിക്കും, കാര്യസാധ്യങ്ങൾ, എളുപ്പത്തിൽ മുന്നോട്ട് പോകാനുള്ള ചിന്തകൾ, ഭയങ്കരമായ മറ്റുള്ളവരെ ചതിച്ചാലും ശരി എനിക്ക് ആ വിജയം കൊയ്യണം എന്നൊക്കെ പറഞ്ഞ കുറേ ചിന്തകൾ, ഇതൊക്കെ മനസ്സിൽ നിന്ന് വരുന്ന ഓപ്പറേഷനാണ്. അടുത്ത പറയാം, ചൊവ്വല്ലാത്ത വഴിയിൽ നടക്കും. അവർക്ക് ചൊവ്വല്ലാത്ത വഴി എന്ന് പറഞ്ഞാൽ നേരെയുള്ള വഴി ഏതാണ് പ്രിയരെ? നമ്മുടെ ക്രിസ്തുവിൻ്റെ വഴിയാണ്, വചനം എന്ന് പറഞ്ഞ വഴിയാണ്. ആ വഴിയിൽ നമുക്ക് നടക്കുവാൻ ഒട്ടും സമയം കിട്ടാതെ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് ലോകം കാണിക്കുന്ന ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്യും? പുതിയ വീഡിയോസ് വൈറലായി, പുതിയ ഗാനങ്ങൾ വൈറലായി. അപ്പോൾ ഈ വൈറലായിരിക്കുന്ന കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ലൈഫ് സമയം സ്പെൻഡ് ചെയ്യുന്നത്. പല വ്യക്തികളുടെ ഇഷ്ടങ്ങളിൽ നമ്മുടെ ജീവിതം യാത്ര ചെയ്യുന്ന ഒരു മേഖല. അപ്പോൾ ഇത്രയും മേഖലകൾ നമ്മൾ ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതെല്ലാം മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ് പ്രിയരെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ അധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട്. ഞാൻ പോകുന്ന വഴി ശരിയല്ല, എൻ്റെ മനസ്സ് എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭാഗ്യമുള്ളവരാണ് പ്രിയരെ. നിങ്ങൾ പരാജിതരല്ല. കാരണം നിങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടുന്നതാണ് നിങ്ങളുടെ അകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ആത്മമണ്ഡലങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴം, നീളം, വീതി, ഉയരം, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ ദുഷ്ടൻ്റെ എല്ലാ ഇരുട്ടിൻ്റെ വഴികളെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നിങ്ങൾ പ്രാപിക്കും. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ഇതിൽ തന്നെ സന്തോഷിച്ച് ആനന്ദിച്ച് ജീവിതം എൻജോയ് ചെയ്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളൊരു ചിന്തിക്കാനൊരു മനസ്സില്ല. അവരെപ്പോഴും ഒരു ലെവലിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ഈ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ. അത് നിങ്ങളുടെ ജീവിതത്തിന് ഈ ദുഷ്ടൻ്റെ ഈ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിനെ യഥാസ്ഥാനപ്പെടുത്തുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും പ്രിയരെ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖലകളെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. ദൈവത്തോട് ചോദിക്കുക, കർത്താവെ, നിങ്ങൾ എല്ലാ ദിവസവും ചോദിക്കുക, കർത്താവെ, എൻ്റെ മനസ്സ്, ശരീരം, ആത്മാവ് ഇതിനെക്കുറിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ ദൈവമേ എനിക്ക് ജ്ഞാനം നൽകി തരണമേ, അങ്ങേ കൂടുതൽ രുചിച്ചറിയുവാൻ എനിക്ക് ജ്ഞാനം നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ പ്രിയരെ, ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതൊന്നും നിങ്ങൾ ജയിക്കാനായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ വിഷയങ്ങളെല്ലാം യേശു കർത്താവ് ജയിച്ചു. ആ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നിങ്ങൾക്കിത് തിരിച്ചറിവ് മാത്രം ഉണ്ടായാൽ മതി. എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് എന്ന് ലഭിക്കുന്നുവോ അന്ന് നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുള്ളായി തീരും. കാരണം എല്ലാத்தைയും ജയിച്ച യേശു നമ്മുടെ കൂടെ വസിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ നമ്മുടെ കർത്താവിനെ ആശ്രയിക്കാം. ദൈവം നമ്മളെ വൻ വിജയത്തോടെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ സ്പിരിച്വൽ ജേണി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി തീരട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.